സിറ്റിംഗ് എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എത്തിയതോടെ ഇരുവരുടെയും ഹാട്രിക് പോരാട്ടത്തിനാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലം സാക്ഷ്യം വഹിക്കുക. ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയം കത്തിനിന്ന 2014 തെരഞ്ഞെടുപ്പിലാണ് ഡീനും ജോയിസും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്നത്തെ സിറ്റിംഗ് എം പി PT തോമസിനെ പിൻവലിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഡീൻ കുര്യാക്കോസിന് UDF അവസരം നൽകിയത്. എന്നാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നിയമോപദേഷ്ടാവായിരുന്ന ജോയിസ് ജോർജിനെ ഇടതുമുന്നണി കളത്തിലിറക്കി സീറ്റ് സ്വന്തമാക്കുകയായിരുന്നു. 2014 മുതൽ 19 വരെ MP ആയിരുന്ന കാലയളവിൽ ഇടുക്കിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്ന് ജോയിസ് ജോർജ് വ്യക്തമാക്കി. ഈ പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അത്തരത്തിലുള്ള സമീപനമാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നമ്മളുടെ 2023 കേരള ഭൂമി പതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ളത് പാസ്സാക്കുന്നതിലേക്ക് എത്തിയിട്ടുള്ളത്. ഒട്ടനവധി നിയമനിർമ്മാണങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 2019 മണ്ഡലത്തിൽ രാഷ്ട്രീയ കാറ്റ് തിരിഞ്ഞു വീശുകയായിരുന്നു. 2014 50,542 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയിസ് ജോർജ് വിജയിച്ചതെങ്കിൽ 2019 ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 1,71,053 വോട്ടായിരുന്നു. UDF മുന്നോട്ട് വെക്കുന്ന ശരിയായ രാഷ്ട്രീയത്തിനൊപ്പമാണ് ഇടുക്കി ജനതയുടെ മനസ്സെന്നും കഴിഞ്ഞ 8 വർഷമായി ഇടുക്കിയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവിധിയായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. ഈ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളാണെങ്കിലും ജനകീയ വിഷയങ്ങളാണെങ്കിലും എന്നും എപ്പോഴും ജനപക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് UDF ആണ്. ആ UDFന്റെ ശരിയായ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് ഇടുക്കി ജനത എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സത്യമാണ്. ഇടുക്കിയിൽ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസ് UDF വിട്ടതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലം. NDAയിൽ സീറ്റ് ലഭിച്ച BDJS പുതുമുഖത്തെ പരീക്ഷിക്കാനുള്ള നീക്കമാണ് മണ്ഡലത്തിൽ നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കൂട്ടാൻ സാധിക്കാതെ പോയ ദയനീയ പ്രകടനം ഇത്തവണ മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA മുന്നണിയും. വരും ദിവസങ്ങളിൽ ഇടുക്കിയിലെ പ്രചാരണ രംഗം ചൂടേറും. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.